തിരുവനന്തപുരത്തെ കൊഴുപ്പ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയിലെ പിഴവ് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇക്കാര്യം അന്വേഷിക്കേണ്ടത്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിൻ്റെതാണ് ഈ ഉത്തരവ്. റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കണം. ആശുപത്രിക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ലൈസൻസ് ഉണ്ടോ എന്നും പരിശോധിക്കണം. ആശുപത്രിയുടെ ഉടമസ്ഥൻ ആരെന്നും അവരുടെ പങ്ക് അന്വേഷിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിലുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുന്നു. ഉമേഷ്, പറയൂ. ഇതിൽ വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ആ പരാതിയിൽ കഴമ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമായിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കാൻ നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ അല്ല പുതിയ ഉത്തരവ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അത് ആദ്യം ഈ ചികിത്സയിൽ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, ക്ലിനിക്കലി വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതിനുവേണ്ടി DHSനോട് വിദഗ്ധ ഉപദേശം തേടണം. ആവശ്യമെങ്കിൽ DHS അതിനൊരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അത് കൂടാതെയുള്ള നിർദ്ദേശങ്ങളാണ് ഏറ്റവും സുപ്രധാനം. ഈ ആശുപത്രിക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം ഇത്തരത്തിൽ പരിശോധന നടത്താനും ശസ്ത്രക്രിയ നടത്താനുമുള്ള അനുമതി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഈ ആശുപത്രിയുടെ ഉടമകൾ ആര് എന്ന് പരിശോധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന മൊഴികൾ, അത് സാക്ഷികളുടെ മൊഴികളാകട്ടെ, ഈ പരാതിക്കാരൻ്റെ മൊഴിയാകട്ടെ, ഒപ്പം ഈ ഡോക്ടറുടെ മൊഴിയാകട്ടെ, ഈ മൊഴികളെല്ലാം വിശദമായി തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിക്കണം. 1 മാസം മാത്രമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയപരിധി നൽകിയിരിക്കുന്നത്. എന്തായാലും വിശദമായി തന്നെ ഈ വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനും തുടർ നടപടി മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും സൂചന നൽകുന്നതാണ് റിപ്പോർട്ട്.